കോമഡി ഉത്സവത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവി പ്രേക്ഷകർക്ക് സ്വാഗതം. മീനടം കോട്ടയത്തിൽ നിന്ന് വന്ന ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം പറയാം. 3 കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം, കലാഭവൻ പ്രചോദൻ, ഷാജു ശ്രീധർ. നമുക്കിവിടെ ഒരു സിനിമയുടെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇതുവരെയും ഉള്ള സാധാരണ സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സിനിമ റിലീസായി എന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നതെന്നുള്ളതുമാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. സിനിമയുടെ പേരാണ് ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്, പക്ഷെ പേര് തമാശ എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിന്റെ പര്യായമാണ്, കോമഡിയുടെ പര്യായമല്ലേ തമാശ. അങ്ങനെയും പറയാം, നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ്. നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. എന്തായാലും തമാശയുടെ ടീമാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. തമാശയുടെ ഹീറോ വിനയ് ഫോർട്ട്, ഒപ്പം നായിക ചിന്നു ആൻഡ് ദിവ്യപ്രഭ, 3 പേരെയും സ്നേഹപൂർവ്വം കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. വിനയ്, ആദ്യമേ തന്നെ പറയട്ടെ, കേൾക്കുന്ന റിവ്യൂസ് എല്ലാം വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ദാറ്റ് യു എവർ ഡൺ എന്നുള്ളതാണ് പറഞ്ഞത്. തമാശയെ പറ്റിയിട്ടാണ് എല്ലായിടത്തും സംസാരം. ആദ്യമേ തമാശ എന്ന് പറഞ്ഞ ടൈറ്റിൽ വന്നപ്പോ പിന്നീട് പടവും കണ്ടോ നമുക്കറിയാം ഒരു നല്ല സിനിമ വരാൻ പോകുന്നത്. അതിന്റെ പ്രൊഡ്യൂസേഴ്സിന്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോ നമ്മൾ ഉറപ്പിച്ചു ഇതിലെന്തോ ഉണ്ട്. കാരണം സമീർ താഹിറും ഷൈജു ഖാലിദും ചേർന്നാണ് അല്ലെ, ലിജോ ജോസ് പല്ലിശ്ശേരിയും ചെമ്പൻ വിനോദും. ലിജോ ജോസ് പല്ലിശ്ശേരി, ചെമ്പൻ വിനോദ്, ഈ 4 പേരുടെ പേര് ഒരു സിനിമയുടെ കൂടെ ചേർത്ത് കേൾക്കുമ്പോ എന്തായിരുന്നാലും സിനിമയിൽ എന്തൊക്കെയോ വലിയൊരു സാധനം വരാനുണ്ട് നമുക്കറിയായിരുന്നു. പക്ഷെ തമാശയുടെ പറ്റിയിട്ട് കേൾക്കുന്നത് അതൊന്നുമല്ല. ഇതുവരെയുമുള്ള, അതായത് മലയാള സിനിമയിൽ എപ്പോഴും നമുക്കറിയാം ലുക്സ്, സംഭവങ്ങള്, ഇതെല്ലാം നിങ്ങൾ റീഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. എന്താണ് ക്യാരക്ടർ എന്ന് പറ. എന്റെ കഥാപാത്രത്തിന്റെ പേര് ശ്രീനിവാസൻ എന്നാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോ ഭയങ്കര സന്തോഷമുള്ള ടൈമാണ്. കാര്യം സിനിമ ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ തിരക്കഥ നമ്മളോട് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു 100% ഉറപ്പായിരുന്നു സിനിമ വർക്കാവും, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ഒക്കെ നമുക്ക്. കാര്യം ഇവർ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കലാ ജീവിതത്തിൽ ഞാൻ കാണിച്ച കമ്മിറ്റ്മെന്റിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് തമാശ. പക്ഷേ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ഏറ്റവും അത് നമ്മൾ ഭയങ്കര ടച്ച് ആവുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി നമ്മളാകെ തകർന്നു പോകുന്നത്, എല്ലാ ആളുകളും ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അതായത് ഇതെൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ഈ സിനിമ എന്നെ ഇൻസ്പയർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ആളുകൾ ഭയങ്കര ഇമോഷണലി ഈ സിനിമ തന്നെ എടുത്തു. എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ച് കൂടുതൽ ഇപ്പോ ഉറപ്പായിട്ട് ചിന്നു പറയാൻ പറ്റും. ചിന്നു, നമുക്ക് ബേസിക്കലി ഞാൻ ഈ സിനിമയെ പറ്റിയിട്ട് വായിച്ചു തുടങ്ങിയപ്പോഴും അറിഞ്ഞു തുടങ്ങിയപ്പോഴും ഒക്കെ ഒരുപാട് ബോഡി ഷേമിങ്ങിന് എഫക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. തടിയുള്ളതിന്റെ പേരിൽ നമുക്ക് ഒരുപാടിടത്തു നിന്ന് ആന ചാടണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. പക്ഷെ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇത് കേട്ടതിന്റെ പേരിൽ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവരെത്തേണ്ട പലയിടത്തും എത്താൻ പറ്റാത്തത് 100% അല്ലേ. അതെല്ലാം പൊളിച്ചെഴുതല്ലേ ഈ സിനിമ അല്ലേ. ചിന്നു ആ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാം. ഞാൻ ഈ മൂവിയിൽ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേരും ചിന്നു തന്നെയാണ്. ശ്രീനിവാസൻ മാഷിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന 3-4 പെൺകുട്ടികളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. ഈ ഫിലിം റിലീസായതിന് ശേഷം ഒരുപാട് പേര്, എന്നെ അറിഞ്ഞൂടാത്ത ഒരു ദിവസം എങ്ങനെ പോലും 100-200 പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഈ തമാശ നമ്മുടെ ജീവിതത്തിൻ്റെ കഥയാണ്, ചിന്നു ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്. അത് എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, വിനയൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ദിവ്യയുടെ ക്യാരക്ടർ ആണെങ്കിലും ഗ്രേസിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരുടെ കഥയും അവരെവിടെയൊക്കെയോ കണ്ടെങ്കിൽ അവരുടെ സ്വന്തം ജീവിതമാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരെന്നും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചിന്നുവിന് ഫസ്റ്റ് ഡേ 300 മെസ്സേജ് വന്നു. അതിൽ 200 പേര് പറഞ്ഞ ഒരേ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ചിന്നു. അത്രത്തോളം ആളുകൾ ചിന്നുവിൻ്റെ ക്യാരക്ടറിനോട് റിലേറ്റ് ചെയ്തു. ദിവ്യ ഒരുപാട് വളരെ പരിചിതമായ മുഖമാണ്, നമുക്ക് ഫ്ലവേഴ്സിലും പരിചിതമായ മുഖമാണ്. ദിവ്യ, അങ്ങനെ അടുത്തൊരു ക്യാരക്ടർ പ്രോപ്പറായിട്ട് ദിവ്യക്ക് എനിക്ക് തോന്നുന്നു വളരെ ഭാഗ്യമുള്ളൊരു നടിയാണ്. കാരണം എപ്പോഴും കിട്ടിയിട്ടുള്ളതെല്ലാം
വെറുതെ ഒരു നടിയായിട്ട് നിൽക്കുകയല്ല, ഭയങ്കരമായി അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ടേക്ക് ഓഫിലെ ആണെങ്കിലും ഏതാണ്ട് എല്ലാ കണ്ടിട്ടുള്ള സിനിമകളിലെല്ലാം ദിവ്യയുടെ ക്യാരക്ടേഴ്സ് ദിവ്യ വളരെ സിഗ്നേച്ചറോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിനകത്തെ ക്യാരക്ടർ എന്താണ് ദിവ്യ? തമാശയിൽ ഞാനൊരു ടീച്ചറായിട്ടാണ്, ബബിത ടീച്ചർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ശ്രീനിവാസൻ സാറിന്റെ കൂടെ തന്നെ അതേ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറായിട്ടാണ്. പിന്നെ ഈ സാർ ഇപ്പോഴും കമ്പ്യൂട്ടറാണോ പഠിപ്പിക്കുന്നത്? അല്ലല്ല, ഈ സിനിമയിൽ മലയാളം എനിക്ക് മനസ്സിലായി. അതെ, കടിച്ചാ പൊട്ടാത്ത കുറെ മലയാളം വേർഡ്സ് ആയിട്ട് വരുന്നുണ്ട്. സി അയ്യപ്പനാണ് നമ്മുടെ ഒരു ഏരിയ. സി അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് കൂടുതൽ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇവിടെ നമ്മള് ഒരുപാട് പേര് വിനയനെ അനുകരിക്കുന്നവർ ഇപ്പോഴും ജാവേല നിൽക്കുന്നത്, അതൊന്ന് മാറ്റി പിടിക്കണം. ഇനി എനിക്ക് തോന്നുന്നു ഈ സിനിമ മാറ്റം ചേട്ടാ. കഴിഞ്ഞൊരു 4 വർഷത്തോട് ഞാൻ അരി വാങ്ങുന്നതും അല്ലെങ്കിൽ പെട്രോൾ അടിക്കുന്നൊക്കെ പ്രേമത്തിന്റെ പൈസയാണ്. ഈ സിനിമയിലൂടെ ഇനി മുതൽ ഞാൻ ശ്രീനിവാസൻ സാറിന്റെ പേരിൽ മറ്റേ അരി വാങ്ങും. അതാണ് CC അടച്ചു തുടങ്ങുന്നത്. തമാശയുടെ വിശേഷങ്ങൾ ഒരുപാട് അറിയാനുണ്ട്, കാരണം ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ ഉണ്ട്. ചേട്ടാ, പ്രജോട്ടാ, ഷാജേട്ടാ, വിനയനെ നേരെ നിങ്ങളുടെ കൂടെ ഇരിപ്പിടത്തിലേക്കും നിങ്ങൾ രണ്ടുപേരും ഗസ്റ്റ് ചേഴ്സിലേക്കും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ലെറ്റ്സ് വെൽക്കം ദം ഓൾ. Comedy Utsavam powered by Muthoot Finance, VIP Hair Color Shampoo and Kairali TMT Steel Basel. Viral video segment. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. എന്താ പേര്, എവിടെയാണ് വീട്, കാണാനൊരു ലുക്കിലുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ താരം സലീഷ്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശിയായ സലീഷ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പൂജ എന്ന പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ്. സലീം കുമാർ എന്ന താരത്തിന്റെ മാനറിസവും ശബ്ദവും വളരെ മനോഹരമായി അനുകരിച്ച് അവതരിപ്പിച്ചാണ് ഈ കലാകാരൻ ഇതിനോടകം ഏറെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്തത്. കൂട്ടുകാർക്കിടയിലും ഡ്രൈവിംഗിനിടയിലും സലീം കുമാറിന്റെ വിവിധ ചിത്രങ്ങളിലെ വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ശബ്ദം വളരെ ഭംഗിയായി സലീഷ് അവതരിപ്പിക്കുന്നു. ഷെഹിൽ കെ മൊയ്തീൻ എന്ന ജീവകാരുണ്യ പ്രവർത്തകനാണ് സലീഷിന്റെ ശബ്ദാനുകരണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. കലയുടെ കളിത്തട്ടിലേക്ക് സലീഷിന് സ്നേഹസ്വാഗതം. ഉത്സവത്തിൽ എപ്പോഴും കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് ആണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിലൂടെ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ കമന്റ് ചെയ്ത ഒരാളെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു ഭാഗ്യം. സലീഷിന് എല്ലാവരും നല്ലൊരു കൈയോടെ വെൽക്കം ചെയ്യും. അസാധ്യമായിട്ട് ഒരാളുടെ ശബ്ദം അനുകരിക്കുമല്ലോ. ചെയ്യും. ആരുടെയാണത്? സലീം കുമാർ. അതൊന്ന് കണ്ടിട്ട് നോക്കുമ്പോ അല്ലേ? എന്താ പേര്, എവിടെയാണ് വീട്, കാണാനൊരു ലുക്കില്ലെന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. അത് പറയുമ്പോ കള്ളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ. വേറെ സലീം കുമാർ, വേറെ മീശ മാത്രമല്ല ചെയ്യാം. മാധവൻ നായർ, നിങ്ങൾ വീടും പറമ്പും ബഗീരഥൻ പിള്ള കോടതി വഴി തട്ടിയെടുക്കാൻ പോണം. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ഞാൻ നിങ്ങളുടെ കേസ് ഞാൻ വാദിക്കാം. കോട്ട് കണ്ടില്ലേ, വക്കീലാണ്. ഇനി മായാവിയില് ചെയ്യാം. മായാവിയിലെ സലീം കുമാർ. മായാവി, നിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനുണ്ട്. കണ്ണൂരിന്ന് നമ്മുടെ ആയുധപ്പെട്ടി കൊണ്ടുവരണം. പകല് വേണ്ട, രാത്രി മതി. ഇവിടെ ചെലവന്മാർക്ക് കുറച്ച് പണി കൊടുക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സലീമേട്ടനെ നേരിട്ട് കണ്ടോ? സലീമേട്ടനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നാള് സിനിമയുടെ വണ്ടിയിൽ ടിൻചേട്ടനൊക്കെ ഉള്ള പട്ടണത്തിൽ പോകുന്ന പറഞ്ഞ പടത്തില് ഞാൻ പ്രൊഡക്ഷന്റെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോ സലീമേട്ടനെ നമ്മുടെ രാജു നെല്ലിമൂടാൻ എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിന് മുമ്പ് സുരേഷ് എന്ന് പറഞ്ഞിട്ട് സുരേഷ് പായിപ്പാട് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ, സ്ക്രിപ്റ്റ് റൈറ്റർ. ആളെ വിളിച്ചിട്ട് ഞാൻ സലീമേട്ടന്റെ ശബ്ദത്തിൽ ഫോൺ ചെയ്തിട്ട് ആളെ വിളിക്കുകയാണ്. ഹലോ, സുരേഷ് അല്ലേ? ഞാൻ സലീം കുമാറാണ്. ആളെ എനിക്ക് എവിടെയൊക്കെ ഷൂട്ട് ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ടൊരു ചാറ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. എന്നിട്ട് പുള്ളിയെ നേരിട്ട് കണ്ടപ്പോ പുള്ളി അവിടെ കൊണ്ടു നിർത്തി. അങ്ങനെ ചോദിച്ചു, രാജേട്ടൻ പറഞ്ഞു
സലീം കുമാറെ, നിങ്ങളെ ശബ്ദത്തിൽ ഇവിടെ എല്ലാവരും പറ്റിക്കുന്ന ഒരാളാണ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിനെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അന്ന് ഷാജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു, ടിനിച്ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്, ഷാജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാജോൺ ചേട്ടൻ എന്നോട് ചോദിച്ചു സലീമേട്ടൻ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധാരണ എൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ഞാൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറ്റിക്കാറുണ്ട്, അങ്ങനെ ലൈവായിട്ട് ആളെ സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ സലീമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, സലീമേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? അത് കഴിഞ്ഞപ്പോൾ ഞാൻ സലീമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, സലീമേട്ടാ ഞാനിങ്ങനെ ചെയ്യണോണ്ട് സലീമേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സലീമേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല മോനെ, നീ ചെയ്തോ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, എന്തായാലും സലീമേട്ടൻ നിൽക്കല്ലേ, നമുക്ക് വിനയും സലീമേട്ടനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയല്ലോ. ചേട്ടൻ കണ്ടിരുന്നു തമാശ സിനിമ കണ്ടിരുന്നു? വിനയ് ഫോർട്ടിന്റെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്, പ്രേമം കണ്ടിട്ടുണ്ട്. പ്രേമത്തിൽ ആ മരൽ മിസ്സിന്റെ പിന്നാലെ നടക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ ഈ സിനിമ കൂടി കാണുവേണ്ട? ഇവിടുന്ന് പോയിട്ട് അടുത്ത തിയേറ്ററിൽ പോയി ഞാൻ എന്തായാലും കാണും. സലീമേട്ടന്റെ ശിഷ്യനല്ലേ ടിൻചേട്ടനല്ലേ ഇരിക്കണേ? ടിനിച്ചേട്ടന് ഞാൻ അവിടെ കാണാറുണ്ട്, മമ്മൂക്കയുടെ ഡൂപ്പായിട്ടാണ് ആ പടത്തില്. സലീം കുമാർ ആദ്യമായിട്ട് ടിനിച്ചേട്ടാന്ന് വിളിച്ചു, അല്ലെങ്കിൽ വാടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നാണ്. അതിപ്പോ പ്രായത്തിൽ മൂത്ത ആൾക്കാരെ ബഹുമാനിക്കലോ, എനിക്കൊരു 10-30 വയസ്സായി, എന്നാലും പ്രായത്തിൽ ബഹുമാനിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു ഇത്രയും പെർഫെക്ഷൻ സലീം കുമാറിന് പോലും ഇല്ല. സലീം കുമാറിന് പോലും ഇല്ല ഇത്രയും പെർഫെക്ഷൻ. സലീം കുമാറിന് പോലും ഇല്ല, അത്ര പെർഫെക്റ്റ് സലീം കുമാർ ഇട്ടോ. പറയാറുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു, എല്ലാവരും പറയാറുണ്ട്. അല്ല, ഒന്നില്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതേ ശബ്ദമുള്ളവർക്ക് അങ്ങനെ തോന്നി. ഇതങ്ങനെ നിങ്ങളുടെ ശബ്ദം വളരെ വ്യത്യസ്തമാണ്. വേറെ സ്റ്റാർസ് ചെയ്യാറുണ്ട് അല്ലേ? വേറെ സ്റ്റാർസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ മറ്റുള്ള സ്റ്റാർസിന് ചെയ്യാൻ പറ്റാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോ നോക്കിയാലും ഇപ്പൊ കൂട്ടുകാരൻ ഇപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഇവിടെ ഗ്രൂമിന് വന്നപ്പോ എന്റെ കൂട്ടുകാരൻ വിളിച്ചു, എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ ഫാമിലിയോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവൻ ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ലെനി എന്ന് പറഞ്ഞിട്ട് കൊടകരയുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ ഭാര്യയോട് ഒരു ഉപദേശം കൊടുത്തു, ലെനി എനിക്ക് നീ ഗോവയിൽ നിന്ന് വരുമ്പോ കുറച്ച് ഫേനി കൊണ്ടുവരണം. പിന്നെ അവന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, മോളെ ലെനിയെ അധികം മദ്യപിക്കരുത്, അവൻ മദ്യപിച്ച് മധുരത്വനായാൽ ആകെ അലമ്പുണ്ടാക്കി ചളകൊളമാക്കും. ഇത് കേൾക്കുമ്പോ ഏറ്റവും പേടിക്കുന്ന ആരായിരിക്കും? സലീം കുമാർ തന്നെ ആയിരിക്കും. എല്ലാ ഫോണിൻ പരിപാടി ആരെങ്കിലും പെണ്ണുങ്ങളൊക്കെ ഇട്ട് ചെയ്തിട്ടൊന്ന് ഓർത്തു നോക്കിയേ, പെട്ടുപോയി എന്ന് പറയും സലീം കുമാർ എന്ന് പറഞ്ഞാൽ. ഇതുവരെ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതായത് ഇനി ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ചെയ്യാൻ അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. ബാക്കിയുള്ള സ്റ്റാർസും കൂടി ചെയ്യും. നിങ്ങൾ വെറും സലീം കുമാർ മാത്രമല്ലെന്ന് എനിക്കറിയാം. ലാൽ ജോസ് സാറിന് ചെയ്യാം. ചെയ്യാം. അത് ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിലെ ഡയലോഗാണ്. അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെ കേട്ട് കൂടെ ഇരിക്കുമ്പോൾ ചെയ്താണ്. കുട്ടിക്ക് ശേഷം ഞാൻ ചെയ്യുന്ന അടുത്ത പടത്തില് വിഷ്ണുവിന് നായകൻ. അപ്പൊ വിഷ്ണുവിന് പറ്റിയൊരു നായകനെ നോക്കിക്കൊണ്ടിരിക്കണ്. അപ്പൊ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. വരിക്കാശ്ശേരി മറയിലെ ഷൂട്ട്. അപ്പൊ വിഷ്ണുവിന് പറ്റിയ നായക എന്ന് വെച്ചാൽ ഷക്കീലാണ്. ഷക്കീല് വിഷ്ണു കൂടിയും നമ്മുടെ ഭാരതപ്പുഴയില് ഒരു കുളിസീനാണ് ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിൽക്കണം. ഇത് കൂട്ടുകാരന്മാരായിട്ടിരിക്കുമ്പോ പറയണ്ടല്ലോ, പറയണമല്ലെങ്കിൽ അല്ലേ? പറയാറുണ്ട്. പിന്നെ സലീഷ് വേറെ വല്ലതും ചെയ്യാറുണ്ടോ? ഇപ്പൊ പ്രാക്ടീസ് കുറവാണ്, പെർഫെക്ഷൻ കുറച്ച് കുറവായിരിക്കും. സലീമേട്ടന്റെ വേറൊരു ഡയലോഗ് കൂടി പറയാം. സലീമേട്ടന്റെ തൊമ്മനും മക്കളിലെ പറയാം. എനിക്കൊരു 5000 മോളുണ്ടായിരുന്നു, മഹാലക്ഷ്മി മീൻ മേടിക്കാൻ വേണ്ടി മീൻ മാർക്കറ്റിൽ പോയാണ് ഒരു പാനിലോട്ട് ചത്തുപോയി. ഞാൻ അവിടെ കുറച്ച് അതെടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്ത് പറയാനാണ് ഇതിനെ കുറിച്ച്? എന്താ അഭിപ്രായം പറയാം? എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോകും. ഒന്നും പറയാനില്ലെന്ന്, ഒന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ പറയാനുള്ളൂ, ഇതിന്റെ അപ്പുറം ഒന്നുമില്ല. നിങ്ങള് വരാത്തതിന്റെ ഒരു ഒറ്റ ഒരു പ്രശ്നം മാത്രമേ എനിക്ക്, വിഷമം മാത്രമേ എനിക്കുള്ളൂ. അല്ല, ഈ ബസ്സിൽ കയറാൻ ഞാൻ കുറച്ച് വൈകിപ്പോയി. കോമഡി ഉത്സവത്തിന്റെ ബസ്സിൽ കയറാൻ കുറച്ച് വൈകിപ്പോയി. ഇനി ഇവിടെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അല്ല, അതിന്റെ സ്റ്റിയറിംഗ് ആണ് ആ വട്ടത്തിൽ വരച്ചു വെക്കണം. ഇനി അത് പിടിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അല്ല, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കസാരയിലിരുന്ന് മോളിൽ ഫാനുള്ളൊരു ജോലി ചെയ്യണമെന്ന്. ഞാനപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ ജോലി കസാരയൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ ഒരു വട്ടുണ്ടെന്നുള്ളൂ. ആ വട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒന്നും പറയാനൊന്നുമില്ല. ഈ സലീമേന്റെ ഒരു സാധ്യതയാണ് ശരിക്കും. അതായത് ഏതെങ്കിലും തിരക്ക് മൂലം ഏതെങ്കിലും സിനിമയിൽ ഡബ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലേ ഇദ്ദേഹത്തെ ധൈര്യമായിട്ട് പറഞ്ഞോളാം. സലീഷെ, ഞാൻ ആ പെർഫെക്ഷൻ മുമ്പിൽ എഴുന്നേറ്റ് തൊഴുതു.
എനിക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊക്കെ 1, 2 അല്ലെങ്കിൽ 10 കൂടി വരും. പക്ഷേ ഞാൻ സലീഷിൻ്റെ ഷെയർ ചെയ്യാനുള്ള ഒരു ഭാഗ്യവും അതിനെനിക്ക് ഭയങ്കര അഭിമാനവും തോന്നുകയാണ്. പ്രചോദനം എന്നോട് എന്തെങ്കിലും വേണേൽ ചോദിക്കാം. ഞാൻ അങ്ങനെ സലീമേട്ടൻ്റെ ശബ്ദത്തിൽ തിരിച്ചു പറയാം. ഓക്കെ സലീഷ, ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എന്താണ് സലീമേട്ടന് തോന്നിയത്? ഞാനാണ് ഷെയർ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? ശരിക്കും ഇത്ര ലൈക്ക് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. താങ്കൾ ഒരു സിനിമാ നടൻ എന്റെ വീഡിയോ ഷെയർ ചെയ്തതിൽ അത്ഭുതമില്ല. എന്റെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നും. അതാണ്. അല്ല സലിമേട്ട, ആ മറ്റേ താടി വെച്ച പുള്ളിയതാണ്. സലിമേട്ടനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ആദ്യം വാദോരാതെ സംസാരിച്ച താടി വെച്ച ആളുണ്ടല്ലോ, അത് ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? അദ്ദേഹത്തിന്റെ പേര് ഷഹീൻ കൊള്ളിക്കത്തറ എന്നാണ്. ഷഹീൻ കെ മൊയ്തീൻ എന്ന് വിളിക്കും. സലിമേട്ട പാട്ടൊക്കെ പാടുവോ അതോ എന്തെങ്കിലും പാട്ട്? ഞാൻ പാട്ടൊന്നും അങ്ങനെ പാടാറില്ല. രണ്ടുപേരും എന്തെങ്കിലും ഒരു പാട്ട് പാടുക? രണ്ടുപേര് പാട്ട് പറഞ്ഞേ പാടാം. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. എൻ മനസ്സിൽ പ്രതിഷ്ഠയേക്കാൻ കൊതിച്ചതാണ് ഈ നെഞ്ചം, തകത്തടക്കി കുപ്പിയിലാക്കിയില്ലേ. പൊൻപ്രഭാതം വിടരും മുമ്പേ കുളിച്ചൊരുങ്ങി നിന്നു, കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. പാട്ട് ഇത്ര ഞാൻ പഠിച്ചോളൂ, പകുതി വഴിക്ക് നിർത്തേണ്ടി വന്നു. സലീഷേ, എന്താണ് സാധാരണ അനുകരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ സൗണ്ട് മാറിപ്പോവും ചെറുതായിട്ടൊക്കെ. ഒന്നുമില്ല, ചിരി തന്നെ എന്തോരം വെറൈറ്റി ചിരികളാ അറിയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിപ്പോ എന്റെ കൂട്ടുകാരന്മാരെ കൂടെ പോയി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ വീട്ടുകാരെടുത്ത് പറയും സലിംകുമാറാണ്, അപ്പൊ സലിംകുമാറിന്റെ ശബ്ദം സംസാരിക്കണം. അപ്പൊ ഞാൻ പല ആൾക്കാരെ വിളിച്ച് പറ്റിക്കാറുണ്ട്. എന്റെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ ചോദിച്ചറിയാ ബസ് ഡ്രൈവറാണ്. അപ്പൊ വീട്ടുകാർ പറയും ഇവൻ ഈ മിമിക്രി കാണിച്ച് നടക്കണത് ആ ഫ്ലവേഴ്സിലാ, ആ ഏഷ്യാനെറ്റിലൊക്കെ പോയി ചെയ്തു തുടങ്ങുന്നു. പക്ഷെ എന്നെ വിളിച്ചത് ഫ്ലവേഴ്സാണ്. അപ്പൊ ഞാൻ ഫ്ലവേഴ്സിൽ തന്നെ വന്നു. എന്റെ സുഹൃത്തുക്കള് അവരുടെ ആഗ്രഹവും ഞാൻ ഫ്ലവേഴ്സിൽ വരണമെന്നായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ബസ് ഡ്രൈവർമാര് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലേക്കും ഞാൻ ഒരുവിധം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോ അവർക്ക് എല്ലാവർക്കും നന്ദി. എന്റെ വീഡിയോ ഷെയർ ചെയ്ത എല്ലാവർക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് സലിംകുമാറിന്റെ വോയിസ് കറക്റ്റ് ആയിട്ട് കേൾക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സലീം സാറിനെ ഇതുവരെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. സിനിമയിലൂടെ മാത്രമേ ശബ്ദം കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം നേരിട്ട് കണ്ട ഒരു അനുഭവം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പൊ ഇന്നു മുതല് സലീഷ് കുമാർ എന്ന് അറിയപ്പെടൂട്ടാ. സലീം കുമാർ എന്ന് പറയുന്ന പോലെ സലീഷ് കുമാർ. ഓക്കെ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ദിവ്യ, എനിക്കും വിനയ് പറഞ്ഞ തന്നെ പറയാനുള്ളത്, സലീംകുമാർ ഇല്ലെങ്കിൽ ഡബ് ചെയ്യാനില്ലെങ്കിൽ വേണമെങ്കിൽ പോയി ഡബ് ചെയ്യാന്ന് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. ഒരു പാട്ടും കൂടെ പാടൂ. കാക്ക് കാക്ക് കൂടെ വിട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞ് കിടന്ന് കരയൂലേ. തൽക്കാലം ഇത്ര കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഇവിടെ ഉള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ട. താങ്ക് യു. സലീഷേ, നേരത്തെ ദിൻചേട്ടൻ പറഞ്ഞ പോലെ ഇനി മുതൽ സലീഷ് കുമാർ കേട്ടാ. അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ കോമഡി ഉത്സവത്തിന്റെ വേദി എന്നും ഓപ്പൺ ആണ്, ഏത് സമയത്തും കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും വരും ബിതിൻ ചേട്ടാ. ബിതിൻ ചേട്ടനെ കൂടെ കാണാലോ. വലിയ സന്തോഷം. എല്ലാരും സലീഷിനൊരു നല്ല കഴി. താങ്ക് യു സലീഷ്. ഞാന് വിനയുടെ ഒരു ഇന്റർവ്യൂവിന്റെ എക്സെപ്റ്റ് കേട്ടിരുന്നു. അതായത് ഇതിനകത്ത് സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ, സിനിമ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതൊരു വിനയ് പറഞ്ഞൊരു ലൈനാണ്, എന്നെ ഇതുവരെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ വരെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അത് സിനിമ കാണുന്നതിന് മുമ്പ് ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്കും ടീസറും പാട്ടൊക്കെ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, സംവിധായകരൊക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കള്. അപ്പോ അവര് പണ്ട് വേറെ എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും, എടാ അവനെയൊക്കെ വെച്ച് ഈ ക്യാരക്ടറൊക്കെ ഓക്കെയാണ്, പക്ഷെ മാർക്കറ്റ് ഇല്ലല്ലോടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ ശരിയാവൂല, ആള് കാണൂല എന്നൊക്കെ പറയുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഈ ഒരു ടീസറും ഫസ്റ്റ് ലുക്കൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടല്ലോ വിളി തുടങ്ങി. അപ്പൊ നമ്മൾ ഓരോ തിരക്കിലൊക്കെ ആകുമ്പോ, നമ്മൾ എടുക്കാണ്ടൊക്കെ ആകുമ്പോ 8ഉം 10ഉം തവണയൊക്കെ വിളിച്ച ആളുകളൊക്കെ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് നമ്മളെ വിളിക്കാത്ത ആളുകളൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പൊ അത് എന്റെ കഴിവല്ല കേട്ടോ, അല്ലെങ്കിൽ ഇവർക്കൊരു ഈ പറയുന്ന 4 പേരിലുള്ള പ്രതീക്ഷയാണ്. അതായത്
ഇവര് 4 പേരും കൂടെ ഒരു സിനിമ ചെയ്തിട്ട് എന്നെ ആ സിനിമയിൽ നായകനാക്കി എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതെ അപ്പൊ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ വിളികൾ മുഴുവൻ. ആ പ്രതീക്ഷ മാത്രമല്ല, ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ലോ, സിനിമ ഗംഭീരായില്ലേ? തീർച്ചയായിട്ടും. അല്ല മിഥുൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ് സിനിമ. ഇത് തന്നെയാണ് സിനിമ. അപ്പോ നമുക്ക് ആ ടീസർ ഒന്ന് കാണാം. പ്ലീസ്. എല്ലാവർക്കും വേണ്ടി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം. വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, സഫിയ വരൂ, കാണാം. ഫ്രീ ആയോ മാഷെ? ഞാൻ പുറത്തുണ്ട്. സോറി. എന്ത് റിയൽ അല്ലേ സംഭവം, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോ അങ്ങനെ വിനയ്ക്ക് വേണ്ടി അടുത്തൊരു ഡബിങ് കൂടി, സ്പോട്ട് ഡബിങ്ങിനായിട്ട് വരുന്നു വിഷ്ണു. വിഷ്ണു ഇവിടെ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ ഇന്ന് വിനയുടെ മെഡ്ലിയാണ്, ഇന്ന് അദ്ദേഹത്തിന്റെ ലൈവാണ്. വിനയേട്ടൻ ലൈവാണ്. സോറി, അറിയാതെ പറയുമ്പോ തന്നെ. അപ്പൊ സ്പോട്ടിൽ പോയിക്കോ, ഇവിടെ വിഷ്ണു തരാട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഇനി മുതൽ വിനയുടെ സമയമാണ്, ഞാൻ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. പിന്നെ അതിന് ശേഷം പിന്നെ വിനയനെ പിടിച്ചാൽ കിട്ടിയിട്ടില്ല. കാര്യം പ്രേമത്തിന് ശേഷം ഒരുപാട് ആളുകൾ അനുകരിക്കാൻ തുടങ്ങി. സത്യം പറയുമ്പോ എനിക്ക് തോന്നാറുണ്ട് ശരിക്കും പലപ്പോഴും നമ്മളേതെങ്കിലും കോളേജുകളിലൊക്കെ പോയിട്ട് അവരത് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്നത് എന്നെ മറ്റുള്ളവർ അനുകരിച്ചിട്ടേക്കണ ശബ്ദമുണ്ടല്ലോ, അതാണ്. അതുകൊണ്ട് ഞാനത് നിർത്തി, മറ്റേ ജാവ പരിപാടി നിർത്തി. ടെനിച്ചേട്ടനല്ലേ തുടങ്ങിയത്, അപ്പൊ ടെനിച്ചേട്ടൻ്റെ അതൊന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ എന്നാലും ഇനിയിപ്പോ ഔട്ടായി, പുതിയ പിള്ളേര് വന്നിട്ട് ഇപ്പൊ ഉള്ളവർ ചെയ്തതിന്റെ വ്യത്യാസം നമുക്കറിയാം. ടിനിച്ചേട്ടന്റെ കോമഡി എന്താണെന്നറിയോ? പ്രേമത്തിന് ശേഷം ചേട്ടന്മാരൻ എടുക്കാൻ തുടങ്ങി. അധികം മുൻപ് ഞങ്ങൾ മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കണ കാര്യമുണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം ഭയങ്കര നമ്മുടെ അടുത്ത് നിന്നിട്ട് പറയും, വിനയപ്പ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തിനാണ് പഠിപ്പിനെ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയി. അടുത്ത ദിവസം ഞാൻ TV നോക്കിയപ്പേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞ കാര്യമൊക്കെ ഈ വാക്യൂം എന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തിട്ട് അടിയാണ് വച്ചാൻ. Ladies and gentlemen, please put your hands together for Vinay Ford. എങ്ങനെയുണ്ടായിരുന്നു ഇൻട്രോ? നല്ല കണ്ണം കച്ച ഇൻട്രോ ആയിരുന്നു. അതെ, ഒരു ചെന്നൈ മെയിൽ പോയോലുണ്ട്, തല വെച്ച് മരിച്ചാ മതിയായിരുന്നു ഇതിലും ഭേദം. അതെ, ഇപ്പൊ തരൂ, ഷോ കഴിഞ്ഞിട്ട് തരൂ. എന്ത് പൈസ? ഞാൻ ഇത്രയും നോണ പറഞ്ഞില്ലേ ഇൻട്രോന് ചേട്ടാ പറ്റിയിട്ട്? നീങ്ങ വന്നൊരു കാര്യം ചോദിക്കട്ടെ, എടാ ഈ പെണ്ണിന് തലക്ക് വട്ടു വല്ലതും ഉണ്ടോ? അതല്ലേ, അല്ല അടുത്ത് വെക്കണമെന്നില്ല. ഹോസ്റ്റിങ്ങിന്റെ ഏറ്റവും ബേസിക് പരിപാടി എന്താണെന്നറിയോ? നമ്മള് ഒരു ഹാൻഡ് ഡിസ്റ്റൻസിൽ വെക്കണം കേട്ടോ. പെട്ടെന്ന് വയലിലേക്ക് എനിക്ക് ഇറങ്ങി ഓട്ടാലോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഈ TV ഹോസ്റ്റ് ഒക്കെ ചെയ്തിട്ട്? ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടാറുണ്ട്. യൂട്യൂബറാ. ആണോ? അല്ല, തന്നോച്ചാരാ വീഡിയോ എടുക്കണേ? ആണോ? പ്രൊഡ്യൂസർ ആരാ? ഡയറക്ടർ? ക്യാമറമാൻ? എഡിറ്റർ? കാണുന്നാരാ? അതെ അല്ലേ. തന്റെ പേരെന്താണെന്നാ പറഞ്ഞേ? ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ. ബാലേന്ദ്രനൊന്നും അല്ലല്ലോ. കലക്കി പൊളിച്ചെന്ന് പറഞ്ഞാ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ നോക്കുമ്പോഴേ ദിവ്യ അവിടെ നിന്നാണോ ശബ്ദം പറഞ്ഞത്? അല്ല, വിനയാണോന്നൊരു സംശയം. അത്ര പെർഫെക്ഷൻ ആയിരുന്നു. വിനയ് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമായിരുന്നു. പ്രത്യേകിച്ച് സിനിമയിലെ ഡയലോഗ് പറയാ കുറച്ചും കൂടി എളുപ്പമാണല്ലോ, ഈസിയാണ്. കുറച്ച് ഇതിപ്പോ ഒരു മാരത്തൺ ആയിരുന്നു. അത് ആ കറക്റ്റ് ടൈമിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണ്ടേ. അതെ, അങ്ങനെ മൊത്തത്തില് നല്ല അടിപൊളിയായിരുന്നു. വിനയ് ഫോർട്ടിന്റെ അടുത്ത് വിനയ് ഫോർട്ടിന് എന്താ ചോദിക്കാനുള്ളത്?
തമാശ എന്ന സിനിമയില് താങ്കള് ശ്രീനിവാസൻ എന്ന ഒരു ക്യാരക്ടറാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഉത്തരം മുട്ടിപ്പോയി. അല്ല, വളരെ വളരെ നല്ലതാണ്. ഇപ്പൊ ഇനി മാറ്റാൻ നോക്കണം. ഇല്ലില്ല മറ്റേ ഇനിയിപ്പോ നിങ്ങൾ തമാശ കാണും, എന്നിട്ട് ആ ശ്രീനിവാസനെ നിങ്ങളെ കൂടി ഒന്ന് മുൻകൈ എടുത്ത് കുറച്ചും കൂടി പോപ്പുലർ ആക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാവ സാറിനെ, വിമൽ സാറിനെ ഒരു മൂലക്ക് ഇരുത്തിയിട്ട് നമുക്ക് തീർച്ചയായും തിരിച്ചെന്താ ചോദിക്കാനുള്ള വിനയ്ക്ക്? വിനയ് ഫോർട്ടിനോട്, വിനയ് ഫോർട്ടിന് ഒരു ദിവസം ഇന്റർവ്യൂ കിട്ടിയ വിനയ് ഫോർട്ട് എന്തായിരിക്കും ചോദിക്കുക? എന്നെയോ? ഞാൻ ബോറടിച്ച് മരിക്കും. അല്ല, പക്ഷേ എന്തായിരിക്കും ചോദിക്കുക? ഒരു ചോദ്യം എന്താ പറയാ, എനിക്ക് കിളി പോയി. ചേട്ടാ വിഷ്ണു, എനിക്ക് ഈ കോമഡി ഉത്സവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഒരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ, ഇപ്പൊ ലോകത്തെ ഏത് ഗസ്റ്റ് വന്നാലും, ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള ഏത് ഗസ്റ്റ് വന്നാലും നമുക്ക് അനുകരിക്കാൻ ആളുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. അത് എങ്ങനെയാണ് ഇവർ ആസ്വദിക്കുന്നത്, അതാണ് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എൻ്റെ ഈ കോമഡി ഉത്സവത്തിൽ. അത് നമ്മൾ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് കൊണ്ടുവരുന്നത് അല്ലേ, അവരും ആസ്വദിക്കാറുണ്ട്. അതൊരു ലൈബ്രറിയാണ്, നമുക്ക് എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന. അപ്പൊ ഇത്തവണയും ഞാൻ ഏറ്റവും ആസ്വദിച്ചു. വിഷ്ണുകാരനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയതെന്ന്. കാരണം വിനയ് ഇവിടെ ഇരിക്കുന്നു, നമ്മൾ ഒട്ടും താഴേക്ക് പോയില്ല എന്നുള്ളത്. വിനയ് എന്താണോ അത് തന്നെ. കുറച്ച് ഏറ്റക്കുറിച്ചിലൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നാം, എനിക്ക് തോന്നാം, അത്ര ക്ലോസ് ആയിട്ട്. പക്ഷേ അതൊരു ഒരു മൈനസ് അല്ല. കാരണം ഇത്രയൊക്കെ നീട്ടാറുണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് എപ്പോഴും അതുണ്ടെങ്കിലേ നമുക്കത് അക്സെപ്റ്റബിൾ ആവുള്ളൂ. മമ്മൂക്ക നടക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കൈ കിട്ടാറില്ല. എത്തിരി കൂടി കാണുമ്പോഴാണ് നമ്മളൊരു കാർട്ടൂൺ ചിത്രമായിട്ട് മാറുന്നത്. വിഷ്ണു അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഈ ഷെഡ്യൂളിലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇതായിരുന്നു. വിഷ്ണുവിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് വിഷ്ണുവിന്റെ ഇമിറ്റേഷൻ. അതായത് സ്പോട്ടപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് വിനയ് പറഞ്ഞു എൻ്റെ കിളി പോയി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരമാണ്. കാരണം നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, അതിനകത്തൊന്നും മാറ്റി വെക്കാനില്ല എന്നുള്ള. പിന്നെ അതിലുപരി ഒരു സിനിമ ഡയലോഗ് അല്ല നമ്മൾ ചെയ്തത്, ഒരു ലൈവായിട്ടുള്ള ഒരു സാധനം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇപ്പം മിഥുൻ സംസാരിക്കുന്നുണ്ട്, ടിനി സംസാരിക്കുന്നുണ്ട്, പലരും സംസാരിക്കുന്ന ഇടയ്ക്ക് ഗ്യാപ്പിലാണ് വിനയ് എപ്പോഴും ശ്വാസം വലിക്കാനുള്ള ടൈമില്ല, അതാണ്. അതെ ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഭയങ്കര ലൈവായിട്ട് കണ്ടു. കാര്യം നമ്മളെക്കാൾ ഉപരി ഇപ്പൊ വിനയന് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഏറ്റവും അധികം സർപ്രൈസ് ഇവർക്ക് രണ്ടുപേർക്കാണ്. കാര്യം ഇവരിങ്ങനെ നോക്കി ഇരിക്കുന്ന നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു. അപ്പം വളരെ ഗംഭീരമായിരുന്നു, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. വിഷ്ണു ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് കോമഡി ഉത്സവത്തിലെ ആ വേദിയിൽ, കോമഡി ഉത്സവത്തിൽ തന്നെ സ്പോട്ട് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക കൂടുതലായിട്ടും. കാരണം വെച്ചാൽ കറക്റ്റായിട്ടാണ് ഈ വോയിസ് വരുന്നത്, ഒരു വ്യത്യാസമല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ അതുപോലെ ഇങ്ങനെ കുറച്ചുകൂടെ നീട്ടിയിട്ടാണ് ഇത് പറയുന്നത്. മറ്റേ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒന്ന് അറിയാതുണ്ട്. ആ വ്യത്യാസം ഇപ്പോൾ ഒരുപാട് സംസാരിക്കുമ്പോൾ ഇപ്പം അതില്ല. ഇപ്പോൾ വേറൊരു ഇതിലാണ് സംസാരിക്കും. എന്നാലും നന്നായി, അസലായി. കൺഗ്രാറ്റ്സ്, ഗോഡ് ബ്ലെസ്. എങ്ങനെയുണ്ടായിരുന്നു? ഞാനും ദിവ്യ ആക്ച്വലി ഇത് നടക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ എണീറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് വിനയ് ചേട്ടൻ തന്നെയാണോ ഇടപെടുന്നുണ്ടോന്നൊരു സംശയം. എനിക്ക് തോന്നുന്നു വിനയേട്ടന് ഇനി ഭയങ്കര തിരക്കുള്ള ഇങ്ങനെ ഓടി പാറി നടക്കുമ്പോ പിന്നെ ഡബിങ്ങിനൊക്കെ അല്ല, മൊത്തം കേസാക്കാനുള്ള പരിപാടിയാണ്. വേറെ ആള് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കേസാ. നിങ്ങൾ വന്നേക്കണപ്പോ കേസാക്കല്ലേ, സലീം കുമാറിന്റെ കേസ്. അമ്മ എക്സിക്യൂട്ടീവ് മെമ്പറാണ് പറയണത്. അപ്പൊ പറഞ്ഞോണ്ടിരുന്ന വിനയിനേക്കാളും പെർഫെക്റ്റ് ആയിരുന്നു. കലക്കി വിഷ്ണു. എന്നത്തെയും പോലെ എപ്പോഴും ഇവിടെ അടിച്ചു പൊളിച്ചിട്ടേ പോകാറുള്ളൂ, അതുപോലെ തന്നെ കേട്ടോ. എല്ലാരും നല്ലൊരു ഗൈഡ് എടുക്കും. താങ്ക് യു. കോമഡി ഉത്സവം പവർഡ് ബൈ മുത്തൂറ്റ് ഫിനാൻസ്, VIP ഹെയർ കളർ ഷാംപൂ ആൻഡ് കാർലി TMD സ്റ്റീൽ ബാസിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് ഒന്ന് വീഡിയോ പ്രൊഫൈൽ ചെയ്യണം. ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി ഒരു കലാകാരൻ അനീഷ്. ആലപ്പുഴ കലവൂർ സ്വദേശിയായ അനീഷിന് 1 വർഷം മുൻപ് സംഭവിച്ച ട്രെയിൻ അപകടത്തിൽ തന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. 6 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അനീഷിന്റെ ജീവിതം ഇരുളടഞ്ഞു പോകുമെന്ന് കരുതിയെങ്കിലും ആത്മവിശ്വാസം കൈമുതലാക്കി ഈ കലാപ്രതിഭ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു മികച്ച നർത്തകനായിരുന്ന അനീഷിന് ആത്മവിശ്വാസം പകർന്നു നൽകിയത് തന്റെ സുഹൃത്തുക്കളായിരുന്നു. ആലപ്പുഴ വീൽചെയർ അസോസിയേഷനും മികച്ച പിന്തുണയുമായി ഒപ്പം നിന്നു. വിനീത് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ തന്റെ വൈകല്യത്തെ പരാജയപ്പെടുത്തി അനീഷ് നൃത്തരംഗത്ത് വീണ്ടും സജീവമായി. ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയുണ്ട് ഈ കലാകാരന്.
സംവിധായകനും കൊറിയോഗ്രാഫറുമായ ലോറൻസിനെ കാണുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ അംഗമാവുക എന്നുള്ളതുമാണ് അനീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തന്റെ വൈകല്യം വകവയ്ക്കാതെ കരുത്തുറ്റ മനസ്സുമായി ആത്മധൈര്യം കാത്തുസൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കലാകാരന് ശ്രീ അനീഷിന് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം. അനീഷ്, ആദ്യമേ തന്നെ അനീഷ് ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. അനീഷിന്റെ സ്റ്റോറി ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിൽ കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറയാം. അനീഷ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലേ? ഒന്ന് പറയാം. കുഴപ്പമില്ല. പറയൂ. ഇത് ക്രോസ് ചെയ്തപ്പോ ഉണ്ടായതാണ്. ക്രോസ് ചെയ്തപ്പോഴേ റെയിൽവേ ക്രോസ് ചെയ്തപ്പോ ഉണ്ടായതാ. ശരി. ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഫോൺ ചെയ്തിട്ടായിരുന്നു വന്നത്. എളുപ്പം വന്ന കാരണം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഫോൺ ചെയ്ത് ട്രാക്ക് ക്രോസ് ചെയ്ത മാറുന്നതിന്റെ ഇടക്ക് വീണ്. അങ്ങനെ രണ്ടു കാലും പോയി. എന്താ ചെയ്തിട്ടുണ്ടേ? അതിനു മുമ്പ് എന്താ ചെയ്തത്? സീലിംഗിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കും. സീലിംഗിന്റെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഡാൻസ്. വെരി ഗുഡ്. ആ വീഴ്ചയിൽ വീണില്ല അനീഷ്. ആ വീഴ്ചയെന്ന് ഉറപ്പായും എഴുന്നേറ്റ് ഇന്ന് നമുക്ക് ഈ ഫ്ലോറിൽ ഡാൻസ് ചെയ്യാൻ പോവാണ്. പക്ഷെ അതിനു മുമ്പ് അനീഷ് പറഞ്ഞൊരു സാധനത്തിനകത്ത് ഒരു സംഭവം ഉണ്ട്. അതെല്ലാവരെയും ഒന്ന് ഓർമ്മിക്കണതാണ്. നമ്മളെല്ലാവരും ഈ ഫോണിൽ ഭയങ്കര ഹുക്ഡാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഒരു ഗ്ലാൻസ് ആണ് ചില ആൾക്കാരുടെ ജീവിതം മാറ്റി പറയുന്നത്. ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതൊരു ഗ്ലാൻസ് ഇങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കും. അതുപോലെയാണ് ഫോണ്. നമ്മൾ ഒരുപാട് അഡിക്റ്റഡ് ആണ്. നമ്മൾ ആ ഫോണിന് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒന്ന് ഓർമ്മിക്കാനും കൂടിയാണ് അനീഷ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലേ അനീഷേ? നമുക്കപ്പോ ഡാൻസിലോട്ട് പോകല്ലേ? അനീഷിന്റെ ടീമുണ്ട്. VK Players ഡാൻസ് ടീം. അപ്പോ നമുക്ക് ഡാൻസിലേക്ക് കിടക്കാം അല്ലേ? എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അനീഷിന്റെയും ടീമിനെ. ഓക്കെ അനീഷ്? நிறுத்துங்கண்ணே. என்னை விட்டு நீங்க மட்டும் ஆடிட்டு இருக்கீங்க. உங்களை விட்டு நான் எப்படா ஆடி இருக்கேன்? நீ வந்தது லேட்டு. டேய் கொஞ்சம் வழி விடுங்க. ஆடட்டும், ஆடுறா. கொல்லுடா 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 ஓம் பயத்த நீயும் கொல்லுடா வெல்லுடா 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 ஓம் விதிய நீயும் வெல்லுடா ஓடுடா 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 நீ காலில்லாம ஓடுடா பாடுண்டா 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 ஓம் புகழ உலகம் பாடுண்டா நில்ல 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 சொந்த காலில் நீயும் நில்ல நில்ல தள்ள 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 தலைவிதிய கையா தள்ள தள்ள ஓயாலே ஓயாலே
கஷ்டம் நஷ்டம் அது வந்து போகும், துயரம் ஒன்ன தாக்கும். எது வந்தாலும் துணிஞ்சு நில்லு, அது பயந்து ஓடும். இன்பம் மட்டும் வாட வாழ்க்கை, இன்ன வாழ்க்கை போரு ஆகும். துன்பம் தாண்டி அந்த இன்பம் வந்தா வாழ்க்கை ஜோறு ஆகும். வலிய தள்ளி வையே, லட்சியத்தை உள்ள வையே, உன்னை பார்த்து கத்து காணும், உழைச்சுட புரிஞ்சுக்கணும். ஓடுண்டா ஓடுண்டா ஓடுண்டா, காலம் சீக்கிரம் ஓடுண்டா. கூடுண்டா கூடுண்டா கூடுண்டா, வயசு சீக்கிரம் கூடுண்டா. தேருடா தேருடா தேருடா, உன் லட்சிய பாதைய தேருடா. ஏத்துடா ஏத்துடா ஏத்துடா, உன் கொடிய உலகில் ஏத்துடா. கை காலு அது நல்லா இருந்தும் தூங்குற மூஞ்ச பாரு. பூனை மறந்து துள்ளி குதிக்கிற இந்த பையனை பாரு. கம்ப்யூட்டர் போல மூளை கொடுக்கும் சாமியை திட்டுறான் பாரு. கால் இல்லாம போனா கூட ஆடும் அழக பாரு. நம்பிக்கைய எத்திக்கடா, ரத்தத்துல சேர்த்துக்கடா, உண்மையா உழைச்சு நீயும் உலகத்தை மாத்திக்கடா. வாங்கடா வாங்கடா வாங்கடா, இனி வரும் காலம் நாங்கடா. தேருண்டா தேருண்டா தேருண்டா, இந்த உலகம் ஒன்ன தேடுண்டா. பாடுண்டா பாடுண்டா பாடுண்டா, உன் வாழ்க்கை ஒரு பாடுண்டா. சேருண்டா சேருண்டா சேருண்டா, உனக்கும் கூட்டம் சேருண்டா. நில்லு 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 நில்லு, சொந்த காலில் நீயும் நில்லு நில்லு. தள்ளு 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 தள்ளு, தலைமிதிய கையால் தள்ளு தள்ளு. ஓயாலே 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 ஓயாலே. ആദ്യമേ തന്നെ ഒരു ഉഗ്രം കൈയടി കൊടുത്തേ. നമുക്ക് വിനീത് മാസ്റ്ററിനെ കൂടി ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? വിനീത് മാസ്റ്ററെ, കോറിയോഗ്രാഫിക്കും കൂടി ചേർത്ത് വേണം ഒരു നല്ല കൈയടി കൊടുക്കാൻ. ആ വീഴ്ചയിൽ പോലും പതറാതെ ഇങ്ങനെ മുന്നോട്ട് വന്നത് ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ അനീഷ്. താങ്ക് യു അനീഷ്. രഞ്ജിത, ഞാൻ ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് വണ്ടിയിൽ വരുമ്പോ പെട്ടെന്ന് രണ്ടുപേര് കൈ കാണിച്ച്. ട്രാഫിക് പോലീസുകാരാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഡ്രസ്സല്ല, സാധാരണ ഡ്രസ്സ്. അപ്പൊ ഒന്ന് എടപ്പള്ളി സ്റ്റേഷനിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കയറ്റി. അപ്പൊ പുള്ളി പറഞ്ഞത് ഈ എടപ്പള്ളി ലെവൽ ആ ക്രോസിൽ നിൽക്കുമ്പോൾ, സിഗ്നൽ പോസ്റ്റിൽ അവിടെ നിൽക്കുമ്പോൾ ഒരുത്തൻ സിഗ്നൽ തെറ്റിച്ച് അവനെ ചാർജ് ചെയ്തു. അവന് ഹെൽമെറ്റും വെച്ചിട്ടില്ല. അവൻ ഉടനെ തന്നെ MLA വിളിച്ചിട്ട് ഇവനെ സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് MLA MP ഒക്കെ ആയിട്ട് ബന്ധമുണ്ടാവും. നമ്മൾ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ സാധാരണ അതിനു മുമ്പൊക്കെ നമ്മൾ പറയും, ഞാൻ പറയുമായിരുന്നു അവർ ചിങ്ങന്മാര് നിപ്പുണ്ട് കാശ് അടിക്കാന്ന് പറഞ്ഞിട്ട്. ഈ സ്പീഡിൽ പോകുമ്പോഴും ഹെൽമെറ്റ് വെക്കാതിരിക്കുമ്പോഴും ഒക്കെ ഇവർ ചാർജ് ചെയ്യുന്ന, ഈ ട്രാഫിക് പോലീസ് ചാർജ് ചെയ്യുന്ന നമ്മുടെ ജീവിത സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. ആ ഒരു അവയർനെസ്സിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇദ്ദേഹം അനീഷ്. അത് ഒരു വശം. പക്ഷെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ താങ്കളുടെ സുഹൃത്തുക്കളും ഈ വിനീത് മാസ്റ്ററും, അതായത് ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും പറയുന്നത്. ഈ ചുറ്റും നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കാലുകളാണ്. യഥാർത്ഥത്തില് അനീഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബ് ചാനലുകളുടെ കാലഘട്ടമാണ്. ഈ ഫ്ലവേഴ്സിന്റെ ഈ ചാനൽ, ഈ ഫ്ലോർ പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഗ്രൂപ്പിനെയും ഇതിനെയൊക്കെ. ആൾക്കാരത് സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളുടെ വിൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര വിൽ പവർ അല്ല. വീണ്ടെടുത്ത് വീണ്ടും ഈ ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ അനീഷ് പക്ഷിയാണ് നിൽക്കുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഒരുപാട് സ്വന്തമായിട്ട് തന്നെ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് താങ്കൾ. വിനീതിനെ പോലൊരു മാസ്റ്ററും ഈ ഒരു ശക്തിയുള്ള കൂട്ടുകാരും ഉള്ളപ്പോ മാസ്റ്ററാണ് എന്നെ കൊണ്ടുവന്നതിൻ്റെ അതില്.
മാസ്റ്റർ കൊണ്ടുവന്നത് നിങ്ങൾ വരാൻ തയ്യാറായി കൊണ്ടാണ് മാസ്റ്റർ കൊണ്ടുവന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാസ്റ്ററാണ് കൂടുതൽ ധൈര്യം നിന്ന്. അല്ല, ഞാൻ പറയുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവർ ചിന്തിക്കണം, വരണം, നമുക്ക് ഫൈറ്റ് ചെയ്യണം, വിജയിക്കണം, ചാമ്പ്യൻ ആവണം. അനീഷ് ഇസ് ദ ചാമ്പ്യൻ. ടിനിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്വന്തം പരിമിതികളെ അതിജീവിച്ച ആളുകൾ മാത്രമേ ഈ ലോകത്ത് മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ അനീഷ് ഇതൊരു തുടക്കമാട്ടെ. കാര്യം എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രക്ക് വലിയൊരു ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ തുടക്കട്ട. പിന്നെ അതുകൂടാണ്ട് നിങ്ങളെ സ്മൈലൊക്കെ ഭയങ്കര രസമാണ്. ഇത്ര പേര് ഡാൻസ് കളിക്കുമ്പോഴും നിങ്ങളെ ചിരി, നിങ്ങൾ നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊരു തുടക്കമായിട്ട് നിങ്ങളിനി വലിയ പ്ലാറ്റ്ഫോംസിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലെ എന്റർടൈനറായി മാറട്ടെ. എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. താങ്ക് യു ചേട്ടാ. നിഷേ, നമുക്ക് ഈ ഫ്ലോറിൽ തന്നെ ഒരുപാട് പേര് ഡാൻസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റേജുകളിൽ ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഡാൻസ് കഴിഞ്ഞാൽ ഒന്ന് അണച്ച് കിതപ്പോട് കൂടി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് സംസാരിക്കുകയുള്ളൂ. ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുന്നത് അനീഷു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരടപ്പ് പോലും ഇല്ലാതാണ് നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ അനീഷ് കളിച്ച് തുടങ്ങിയപ്പോൾ മുതൽ അനീഷിന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. കാരണം അത്രയും പവറായിരുന്നു, അത്രയും നല്ല ഹാപ്പി മൂഡിലാണ് അനീഷ് ഡാൻസ് കളിച്ചത്. അതിലുപരി ബാക്ക് സപ്പോർട്ട്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിൽ കണ്ട ഒരു വാർത്ത, ക്യാൻസർ ഇല്ലാത്ത ഒരു ലേഡിക്ക്, ഒരു സ്ത്രീക്ക് കീമോ കൊടുത്തിട്ട് അവരനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ടിനി പറഞ്ഞ പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ അനീഷ് തുടങ്ങുകയാണെങ്കിൽ തന്നെ എൻ്റെ ഒരു അഡ്വൈസ്, അനീഷ് ഒരിക്കലും പെർഫോമൻസ് അല്ല. അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഒരു മോട്ടിവേറ്റർ ആയിട്ട് ആ യൂട്യൂബിൽ വന്നാൽ അനീഷിൻ്റെ ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരായിരിക്കും. എനിക്ക് അത്രയ്ക്ക് പവറുള്ള ഒരാളാണ്. പക്ഷേ ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. കാര്യം ഇത്രയും പവറായിട്ട് ഒരാളെ കൊണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് തന്നതിന്. അനീഷ്, താങ്ക് യു. ആ പാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വിധിയെ നീയും വെല്ലട എന്ന് പറയുന്ന ഒരു വരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതൊരു അതിജീവിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾക്ക് സംഭവിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അനീഷ് തുടങ്ങുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ശബ്ദത്തിൽ റെയിൽവേ ട്രാക്കിൽ ഇരുന്ന ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് ഒരു ഉത്സവത്തിന്. കാരണം ഈ വെടിക്കെട്ടിനെ നോക്കിയിരിക്കുക, ട്രെയിൻ വരുന്നത് കണ്ടില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇനി ഇതൊരു പാഠമായി വരട്ടെ എന്ന് ചിന്തിക്കുന്നു. എന്തായാലും വളരെ നന്നായിട്ട് കൂടെയുള്ളവർ സപ്പോർട്ട് ചെയ്ത്, പറഞ്ഞ പോലെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് കാണുമ്പോൾ ആ ഒരു വേദനയും ആ ഒരു വിഷമങ്ങളും ഒന്നുമില്ലാതെ അനീഷ് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പെർഫോം ചെയ്തു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഏകദേശം എല്ലാരും പറയേണ്ടതൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം വരുമ്പോൾ ഉള്ള കുഴപ്പം ഇതാണ്. So all I want to say is thank you so much for inspiring us. കുറച്ച് ദിവസങ്ങളായിട്ട് തമാശ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും മെസ്സേജ് കിട്ടുന്നുണ്ട്. പക്ഷേ യു ഇൻസ്പയർഡ് ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിവ്യ, സാധാരണ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് പോകുമ്പം ആ പ്രോഗ്രാമിൽ അത്രയും സമയം എൻജോയ് ചെയ്തിട്ട് പോകും. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്ലവേഴ്സിൻ്റെ കോമഡി ഉത്സവത്തിന് വന്നിട്ട് തിരിച്ചു പോകുന്നത് ശരിക്കും ഞാൻ ഇൻസ്പയർഡായി. ഭയങ്കര ഒരു എനർജിയോടെ കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത്. കാരണം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയ പോലെ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു പരിമിതി വെച്ചിട്ട് ഇത്രയും ഗ്രേസ്ഫുള്ളായിട്ട്, എന്താ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ഗ്രേസ് ഉള്ള ഫേസാണ്. ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. സോറി, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചു, നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. പക്ഷെ എൻ്റെ ഞാൻ ആ ഫേസിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഭയങ്കര ഗ്രേസ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ കമ്മിങ് മാസ്റ്റർ. താങ്ക്സ് എ ലോട്ട്. നിങ്ങളെല്ലാവരും കേട്ടോ ഗംഭീരമായിട്ട് കളിച്ച് അസാധ്യമായിരുന്നു. എല്ലാവരും ചേർന്ന് ഒരു താങ്ക് യു. Comedy Utsavam powered by Muthoot Finance, VIP Hair Color Shampoo and Carly TMT Steel Basel. Mimicry Competition. Mimicry Competition ആയിട്ട് ഇവിടെ എത്തുന്നു രമണി ഗിരീഷൻ ആൻഡ് ഭാർഗവി. ഇതില് രമണി ഗിരീഷൻ ആണ്. എന്താ ചെയ്യുന്നേ? ആശാ വർക്കറാണ്. എവിടെ? മരിയാപുരം ബീച്ച്. അത് ശരി. അതിന്റെ കൂടെ കുടുംബവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് നോക്കി പോകുന്നു അല്ലേ? അതെ. ഓക്കെ. അതിന്റെ കൂടെ മിമിക്രി എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മിമിക്രി കിട്ടുന്ന സ്റ്റേജുകൾ ചെയ്തുകൊണ്ട് പോകുന്നു. വെരി ഗുഡ്. ആരൊക്കെ ലിസ്റ്റിലുള്ള? MS തൃപ്പൂണിത്തറ, NN പിള്ള, KR ഗൗരിയമ്മ. അപ്പൊ ഭാർഗവി അല്ലേ? അമ്മ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. ആണോ? എവിടെ? നാട്ടില് കാസർഗോഡാണ്. കാസർഗോഡാണ് വീട്. ഓക്കെ. അപ്പോ അതിന്റെ കൂടെ മിമിക്രി എങ്ങനെ കൊണ്ടുപോകുന്നു? മിമിക്രി അല്ല, പാട്ടാണ്. പാട്ടാണ്. ഓക്കെ. ആരുടെയൊക്കെ ശബ്ദത്തില? ജാനകിയമ്മ, വാണിയമ്മ, മാധുര്യമ്മ. ലവ്ലി. ഒരു നമ്പർ പറഞ്ഞോളൂ. 1-നും 16-നും. 2. Let's open number 2.
പറഞ്ഞ ലിസ്റ്റ് വെച്ച് ഇതൊരു പ്രശ്നമേ അല്ല. എല്ലാവരും ഉണ്ടല്ലോ, നന്നായി. ആ ഭ്രാന്തനാണല്ലേ, ഇങ്ങനെ കറങ്ങി നടക്കരുത്, ആളുകളെ ശല്യപ്പെടുത്താൻ. പോയി ഭ്രാന്ത് കിടക്കണം. അല്ല, ഇവിടെയുള്ള ട്രോളുകളെല്ലാം ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലെ ഉണ്ട്. ഓക്കെ, അപ്പോ അമ്മയുടെ നമ്പർ നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ആ മാധുരി. ഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ, പുഷ്പങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ? വസുന്ധരേ, വസുന്ധരേ, മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ? ആഹാ, 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 ചന്ദ്രകളഭം കാത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തോവൽ കൊഴിയും തീരം. അവിടെ നിർത്തിക്കളല്ലോ, ഇനി പാടിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കലക്കിയില്ലേ എല്ലാരും? സൂപ്പറായിരുന്നു കേട്ടോ. അടുത്ത നമ്പർ 4. 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. ആശാ ഭോസ്ലെ. ലിസ്റ്റിലൊന്നും ഉള്ളതല്ലോ, ചുമ്മാ നമുക്ക് ഇഷ്ടമുള്ളതല്ലോ പാടാം. എന്ത് പാടിയാലും ട്രോള് വരും. അപ്പൊ കൊഞ്ച നേരം അൻപേ അൻപേ കൊല്ലാതെ കണ്ണേ കണ്ണൈ പിള്ളാതെ തീരുമാനമില്ലേ? കുഴപ്പമില്ല. അപ്പൊ നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. കെ എം മാണി സാർ ശബ്ദത്തിന് പെർഫെക്റ്റ് ആണ്. രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. നിനക്ക് ഈ ഗതി വന്നല്ലോ, പക്ഷേ നീ തളരരുത് കുഞ്ഞേ. തളരരുത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. ഗൗരിയമ്മ. ഗൗരിയമ്മ ലിസ്റ്റിലുള്ളതാണ്. അതെ. പാർട്ടി എന്നെ കളഞ്ഞപ്പോ ഈ ആലപ്പുഴ കടപ്പുറത്ത് ഒരു പാർട്ടി പ്രതിഷേധ യോഗം നടന്നു. അതിനു മുന്നും പിന്നും ഇന്ന് വരെ അങ്ങനെ ഒരു പ്രതിഷേധ യോഗം നടന്നിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഒറ്റപ്പെടാനാണ്? എൻ്റെ പിന്നിലും മുന്നിലും അണികൾ ഒരുപാടുണ്ട്. ഞാൻ ഒരിക്കലും ഒറ്റപ്പെടില്ല. ലാസ്റ്റ് നമ്പർ നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. കോവൈ ശർമ്മ. അറിയാലോ അവര്? അറിയാം. ശുക്രിയ അറിയാം. അപ്പൊ ആ ശുക്രിയ വെച്ചിട്ട് തന്നെ പിടിച്ചോ. എനിക്കൊന്നുമേ தெரியாது. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ടിൻചേട്ടാ, രണ്ടുപേരുടെയും 3 നമ്പർ കഴിഞ്ഞു. നമുക്ക് ടിൻചേട്ടനെ സ്വാഗതം ചെയ്യാം. അപ്പോ ഇനി ലിസ്റ്റില് 2 പേരുണ്ട്. NN പിള്ള സാറും അതുപോലെ MS പ്രേമേന്ദ്രനല്ലേ? അവനെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. ഏഭ്യൻ അസത്ത് അല്ലാണ്ട് എന്താ പറയുക? അപ്പൊ ഇനി അടുത്തത് NN പിള്ളത്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കിനി മകളും 3. അവനുണ്ടല്ലോ ആ സ്വാമിനാഥൻ,
അവനെ കൊന്ന മാവിലോട്ട് കുടിച്ചു മുറിയാൻ. ഇനി നീ പറഞ്ഞ നുണയാണെങ്കിലോ അപ്പോഴും എനിക്ക് മകളും 3. അവന് പകരം നിന്നെ കൊന്ന് കുടിച്ചു മൂടും ആ മാവിലോട്ടിൽ നിന്നെ. ആഹാ. അപ്പൊ ഇനി ലിസ്റ്റിലുള്ള 2 ഗായികമാർ ജാനകി അമ്മയിൽ തുടങ്ങാം അല്ലേ? ഓക്കെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും എത്തുകില്ലേ നാളെ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം ചോടി വീണ്ടും എത്തുകില്ലേ നാളെ. ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും. വീണ്ടും കാലമേറ്റു പാടും. സന്ധ്യേ കണ്ണിരിതന്റെ സന്ധ്യേ. ആഹാ. പറയൂ മോളെ. പറയൂ മോളെ. തകർത്തിട്ടാ രമണി മോളെ. ഇത്രയും പ്രായമുണ്ട് അങ്ങനെ മോളെ സദ്യയായി. എന്താണെങ്കിലും മോളെ തന്നെ വിളിക്കാൻ തോന്നണം. കാരണം എന്താന്ന് പറഞ്ഞാല് ഇവര് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലമുള്ള കോമ്പറ്റീറ്റേഴ്സിനെ പോലെ അല്ല ഇവര്. അല്ലെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ പഠിക്കൊണ്ടിരിക്കുന്നവര് അല്ലെ ഇപ്പൊ കല്യാണം കഴിച്ചവരൊക്കെയാണ്. പക്ഷെ വീട്ടമ്മമാരെത്തിയിരിക്കുകയാണ് ഇവിടെ. മറ്റൊരു മേഖലയിലേക്ക് കോമഡി ഉത്സവം കടക്കുകയാണ്. നമ്മള് ജന്മത്ത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ 2 പേര് വരും എന്നുള്ളത്. അതിന് പ്രത്യേകം ഗ്രൂമേഴ്സിനും മിഥുലാജിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. കാരണം പല വീടുകളിൽ ചെല്ലുമ്പോൾ ചില ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യൂട്ടാന്ന് പറഞ്ഞിങ്ങനെ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അവർക്കും കൂടി ഒരു സാധ്യതയാണ് ഇവിടെ. അപ്പൊ വളരെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് വീട്ടമ്മമാര് ഇവിടെ എത്തണം. ട്യൂഷൻ ടീച്ചർമാര്, ഒരുപാട് ആശാ വർക്കേഴ്സ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശരിക്കും തുടക്കം കുറിക്കുകയാണ്. ഒരു കാലഘട്ടത്തിന് ഇനി തുടക്കം കുറിക്കുകയാണ്. കോമഡി ഉത്സവം ഇങ്ങനെ നീണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാവുമല്ലോ. നിങ്ങളാണ് പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി അച്ഛന്മാർ കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഫാമിലിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫാമിലിയുടെ ഒരു പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ആർട്ടിസ്റ്റുകളല്ല കേട്ടോ നിങ്ങൾ, പെർഫെക്റ്റ് ആർട്ടിസ്റ്റുകളാണ്. ടീച്ചറൊക്കെ നന്നായിട്ട് കാരണം ഒരിക്കലും ഒരു ലേഡി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അനുകരിക്കാൻ ധൈര്യപ്പെടുന്ന NN പിള്ളയും അതുപോലെ തന്നെ തൃപ്പൂണിത്തരൊക്കെ ഭയങ്കര കട്ടി സൗണ്ട് വേണം. പക്ഷെ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. അറ്റംപ്റ്റ് മാത്രമല്ല അത് വിജയിക്കുകയും ചെയ്തിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ ഒതുങ്ങി നിൽക്കരുത്. ഇനിയും വരണം ഇവിടെ. സ്പോട്ട് ഡബിങ് കുറെ പരിപാടികളുണ്ട്. പുതിയ ആർട്ടിസ്റ്റിനെ പഠിക്കാൻ പറ്റും. ഇതൊക്കെ വഴങ്ങുന്നവർക്ക് ഇനി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അത് മാത്രമല്ല അഭിനയിക്കാനും ശ്രമിക്കുക. നമ്മളെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നായികമാരുണ്ട്. പക്ഷെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ കുറവാണ്. വിരലിൽ എണ്ണാവുന്നവരുള്ളൂ. പക്ഷെ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ അവരമ്മ വേണം അല്ലെങ്കിൽ ഒരു ചേച്ചി വേണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മുഖം ഓർമ്മ വരും. ഇവരൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. ക്യാരക്ടർ ആർട്ടിസ്റ്റുകളാവുന്നുള്ളത്. നായികമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് അവർ ഞാൻ ഇതായിട്ട് പറയില്ല, കുറച്ച് പീരീഡ് ഉള്ളൂ. പിന്നെ കഴിവ് തെളിയിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ലളിത ചേച്ചിനെ പോലെ കൽപ്പന ചേച്ചിനെ പോലെയൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അല്ല, ഞാനും ഈ ടിനിച്ചേട്ടൻ പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. കാര്യം നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് നമുക്ക് ഒരുപാട് കഴിവുണ്ടായിട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മുടെ പ്ലാറ്റ്ഫോം കണ്ടെത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ എന്താ നമ്മുടെ ഡിറ്റർമിനേഷനാണ്. ഇപ്പം ഇത്ര ദൂരത്തുനിന്ന് ചേച്ചി കാസർഗോഡിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇതേപോലത്തെ ഒരു സ്പേസ് ചേച്ചി വന്നെത്തിയല്ലോ ഇവിടെ. അല്ലെങ്കിൽ അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തി.
അതിൻ്റെ അപ്പുറത്ത് ഡെഫിനറ്റ്ലി നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഭയങ്കര രസമായിരുന്നു ചേച്ചിയുടെ പാട്ടും ചേച്ചിയുടെ മിമിക്രിയൊക്കെ. പക്ഷേ ഈ ഒരു ടിനിച്ചേട്ടൻ പറയുന്ന പോലെ ഇതൊരു മൂവ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഈ വീടുകളിൽ നിന്ന് ഇത് കാണുന്ന വീട്ടമ്മമാരൊക്കെ ഇത്തരം പ്ലാറ്റ്ഫോമിലേക്ക് എത്തണം. അവരുടെ കഴിവ് തെളിയിക്കാനുള്ള നല്ലൊരു ഷോക്കേസാണ് ഈ സ്പേസ്. താങ്ക് യു വിനയ്. പ്രജേട്ടാ, ഇതിനെ ഇപ്രാവശ്യം ഒഡീഷൻ നടന്നപ്പോൾ ആലപ്പുഴ ഞാൻ പോയി. അപ്പോൾ ആലപ്പുഴ പോയി നമ്മളവിടെ കണ്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അവിടെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു പാഠം, നമ്മളൊക്കെ ആണെങ്കിൽ പോലും മിമിക്രി കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അത് പ്രേക്ഷകരല്ല, അവർ ജഡ്ജ് ചെയ്താണ് നമ്മൾ കോമ്പറ്റീഷൻ മത്സരിക്കുന്നത്, വിജയിക്കുന്നതൊക്കെ വരുന്നത്. പക്ഷേ ഇവർ വിജയിക്കുന്നത് അവിടെ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ വിധികർത്താക്കൾ എന്ന് പറയുന്നത് അത് കാണുന്ന പ്രേക്ഷകർ, അവരുടെ കയ്യടിയാണ് ഇവരെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അവിടുന്ന് വിജയിച്ചു വന്ന 2 ധീര വനിതകളാണ് ഈ നിൽക്കുന്ന. പിന്നെ ചേച്ചി പൊളിച്ചു കേട്ടോ. രമണി ചേച്ചി മരണമാസം എന്നൊക്കെ പറയുന്ന പോലെ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചി ഗൗരിയമ്മ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അതിനകത്ത് ഒരു സംഭവം പോലും മാറ്റി വെക്കാനില്ലായിരുന്നു. പിന്നെ അതുപോലെ NN പിള്ള എടുത്ത സ്റ്റാർട്ട്സൊക്കെ വളരെ ഗംഭീരമായി. ഇത്രയും പ്രായത്തിൽ പോലും നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ പോലും മിമിക്രി കുറച്ച് പ്രായമായി കഴിയുമ്പോൾ പറയുമോ പ്രായമായി മിമിക്രി നിർത്തി എന്ന് പറഞ്ഞിടത്താണ് ഈ 2 പേരും മിമിക്രി തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ ഇനി ഒരുപാട് വേദികൾ ഇട്ടട്ടെ. ടിനി പറഞ്ഞ പോലെ ഒരുപാട് സ്കിറ്റുകളിൽ ഒരുപാട് സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ. ഭാർഗവി ചേച്ചി 3 പാട്ടുകാരും വളരെ ഗംഭീരമായിരുന്നു, നല്ല രസമായിട്ട് പാടുന്നുണ്ട്. ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ. ട്യൂഷൻ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ട ആളല്ല അല്ലേ, ബാക്കിയുള്ളവർക്കൊക്കെ പാട്ടൊക്കെ പഠിപ്പിച്ച് ഒരുപാട് പേരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ചേച്ചി. ഭാർഗവി ചേച്ചി പേടിയുടെ അല്ല, ഒരു സംഗീതത്തിന്റെ ഭാർഗവി നിലയം ഇവിടെ അസലായിരുന്നു, ഒന്നായിരുന്നു, നല്ല രസമായിരുന്നു. 3 പാട്ടും ഗംഭീരമായിരുന്നു, അസലായിരുന്നു. അതുപോലെ ചേച്ചി നമ്മൾ ഈ എംബസർപ്പുറത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊരു ലേഡി പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാവുന്ന ചെറിയൊരു ഇത്, പക്ഷെ പെർഫെക്റ്റ് ആയിരുന്നു. ഏറ്റവും നന്നായ ഗൗരിയമ്മയാണ്. അതിനുശേഷം NN പിള്ളയും 2 അതിഗംഭീരമായി. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? ശരിക്കും ഓരോ പ്രാവശ്യം ഓരോ ആർട്ടിസ്റ്റിനെ ചേച്ചിമാർ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ വാ പൊളിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ നേരം. ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കണേ. കാരണം സർപ്രൈസിങ് എന്നൊക്കെ പറയില്ലേ, ഒരു സ്വിച്ച് ഇട്ട് പോലെ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. സോ ഐ തിങ്ക് ചേച്ചിമാർ ഇത് എല്ലാവരും പറഞ്ഞ പോലെ ഇനി ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഇപ്പം 2-3 പേര് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് ഇനി നിങ്ങളത് ട്രൈ ചെയ്യണം. പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ആ ട്രോള് വന്നതും കൂടി ട്രൈ ചെയ്യണം അല്ലേ? നല്ല സ്പിരിറ്റിൽ എടുത്തുന്നുള്ളതാണ്. ഈ രമണി മോളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറയും. നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളും ചിരിക്കാൻ പറ്റും. അതെ അതെ. 2 പേരെ 2 അമ്മമാരെയും കൈപിടിച്ചേൽപ്പിക്കട്ടെ. ഇന്ന് നമുക്ക് ഓഡിയൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. മൊത്തമായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. തഫീല അല്ലേ, തഫീല എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടോ നമുക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അപ്പോൾ തമാശയുടെ സ്പെഷ്യലായിട്ടുള്ള ഇന്നത്തെ കോമഡി ഉത്സവം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി. Yeah.